ഇന്ന് നമുക്ക് മന്തിയുടെ ഒരു റെസിപ്പി നോക്കിയാലോ? അപ്പൊ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് സെല്ല റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ 1/2 ഗ്ലാസ് സാധാരണ അലിബാബയുടെ അരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് നന്നായി ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം ഒന്ന് വാലാൻ വേണ്ടിയിട്ട് നമുക്ക് വാല വെക്കാം. മന്തി വെക്കുമ്പോൾ എപ്പോഴും സെല്ല റൈസാണ് നല്ലത്. അതാണ് അതിന്റെ കറക്റ്റ് ആ ടെക്സ്ചറും ആ ടേസ്റ്റും ആ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഏത് അരിയിൽ വെച്ച് നോക്കിയാലും എനിക്ക് ഈ സെയിം ആയിട്ട് ആ ഒരു മന്തിയുടെ ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് മന്തിയുടെ മസാല ഉണ്ടാക്കാം. മന്തിയുടെ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ക്യാപ്സിക്കം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം. ഒരു തക്കാളി, ഒരു മാഗി ക്യൂബ് ഇപ്പോൾ ഒരെണ്ണം ഇടാം. നമുക്ക് പിന്നെ ആവശ്യത്തിന് മണമൊക്കെ നോക്കിയിട്ട് പിന്നെ അരി വേവിക്കുന്ന സമയത്തേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സബോളയുടെ ഒരു പകുതി കഷ്ണം, പിന്നെ കുറച്ച് വെള്ളം. ഞാൻ അരച്ചതിൽ ഇത്തിരി വെള്ളം കൂടിയുണ്ട്. അപ്പം നിങ്ങളതൊന്ന് അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. മസാലപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അധികം മസാലയുടെ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് മസാലപ്പൊടി ഇടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു കുക്കറിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള കണക്കിന് നമ്മൾ വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 2.5 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വാല വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇൻഡക്ഷന്മേ ആയ കാരണമാണ് വേഗം തന്നെ അരി ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് അരി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കൊരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അത് നമുക്ക് അടച്ചു വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറി ഇപ്പം ഗ്യാസ് കഴിഞ്ഞ കാരണം പെട്ടെന്ന് ഒരു കുക്കറിലിട്ട് എല്ലാ മസാലയും കൂടി തേച്ച് അങ്ങനെ ഒരു ചിക്കൻ കറിയാണ് വെക്കണം. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കണം. നമ്മുടെ ഗ്യാസ് തീർന്നു പോയ കാരണം ഇപ്പോൾ പണികളൊക്കെ ഏകദേശം ഉച്ചയാവാറാവും കഴിയുമ്പോൾ. ഇപ്പം ഇൻഡക്ഷന്മ മാത്രം ചെയ്യണ കാരണം അതന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പം അത് കാരണം ഏകദേശം ഉച്ചയായി, ചൂടൊക്കെ അതിക്രമിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ആ അരി വേവുന്ന സമയം കൊണ്ട് ബാക്കി എല്ലാ പണികളും കഴിച്ചു വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ക്ലീനാക്കി വെക്കുകയാണ്. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഇറക്കി വെക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കൊരു കുഴഞ്ഞ പോലെ തോന്നും. നമുക്ക് പിന്നെ അത് ചൂടൊക്കെ ആറി വരുമ്പോൾ ഏകദേശം ഉലർന്ന് കിട്ടും. പിന്നെ മന്തിയുടെ റൈസ് ആകുമ്പോൾ അധികം നമുക്ക് വേവ് വേണ്ടല്ലോ. പിന്നെ ഞാൻ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 1 വിസിൽ മതി. 1 വിസിലിൽ നമുക്ക് തുറക്കാം. 1 വിസിലിൽ ഞാൻ തുറന്ന് നോക്കി അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ എത്ര വേണമെന്ന് നോക്കിയിട്ട് ഗ്രേവി ഇപ്പോൾ കൂടുതലാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിളപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പം അതനുസരിച്ച് നമ്മളൊരു തരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് മയോണൈസും സാലഡും ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ചിക്കൻ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ചിക്കൻ കറി വെന്ത് വന്നപ്പോഴേക്കും നമ്മുടെ മന്തിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉലർന്നിരിക്കുന്ന റൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നൊരു കുഴഞ്ഞു വെള്ളം വറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. നമുക്കിത് ചിക്കനും കൂട്ടി ഒരു പിടി പിടിച്ചാലോ. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.